നാഥായെൻ്റുമ്മാക്ക് നീ നൽകണം സ്വർഗ പരനീ ഞാനിന്ന് കേഴുന്നതിന് ഈ ദുനിയാവിൽ എനിക്കായി എൻ്റുമ്മ യാതനയേറെ സഹിച്ചിരുന്നു. ഞാനിന്ന് കാണുന്ന അഴകുള്ള ലോകം എനിക്കായി തന്നല്ല പൊന്നുമ്മയായി, എനിക്കായി തന്നല്ല പൊന്നുമ്മയായി. ദുരിതങ്ങളേറെ താങ്ങുന്ന നേരത്ത് എന്നുമ്മ നിന്നിൽ കേഴുന്നതല്ലേ. ചായ മനസ്സയും മത്തങ്ങയിട്ട് നല്ലൊരു ബീഫ് കറി വയ്ക്കുകയാണ്. അത് അടുപ്പിലിട്ട്, പണ്ട് കാലത്ത് ഗ്യാസൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മുടെ മാതാപിതാക്കൾ എത്ര ത്യാഗം സഹിച്ചാണ് ഇതുപോലെ നല്ല കറിയൊക്കെ വച്ച് നമുക്ക് തന്നിരുന്നത്. ഇന്ന് പഴമയുടെ രുചിയൊക്കെ നഷ്ടപ്പെട്ട് കുക്കറിലിട്ട് വയ്ക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും കാണില്ല. തുള്ളി എണ്ണ ഇല്ലാതെയാണ് ഞാനിത് വയ്ക്കുന്നത്. ബീഫ് കഴുകി സവാളയും ഇഞ്ചി മാത്രമാണ് ചതച്ചത്. പച്ചമുളകും വെളുത്തുള്ളിയും മുഴുവനേ ഇട്ടു മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് വേവിക്കുകയാണ്. അടുപ്പത്ത് നല്ല തീയിൽ ഇത് വേവിക്കുന്നതിനിടയ്ക്ക് ഫ്രിഡ്ജിൽ വെച്ച ഇറച്ചിയാണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വേവിക്കുന്നതിനിടയ്ക്ക് മല്ലിപ്പൊടിയും പെരിഞ്ചീരകവും മുളകും മസാലകളെല്ലാം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ഇടണം. ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് വേവണം. ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. ചട്ടി ഏകദേശം വെന്ത് വരുമ്പോൾ ചായ മനസ്സയുടെ ഇല നന്നായിട്ട് കഴുകി ഒരു 10-12 ഇല ഞാനിടുന്ന. നല്ല പോഷകവും നല്ല പ്രോട്ടീനും രുചികരവുമാണ് ചായ മനസ്സയുടെ ഇല. അത് എല്ലാ കറികളിലും ചേർക്കുന്നത് വളരെ പോഷകവും നല്ല ഇതാണ്. അത് ഒരു 10-12 ഇല വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അരിഞ്ഞ് ഈ ബീഫ് കറിയുടെ മേലിട്ട് കൊടുക്കണം. ഏകദേശം വെന്തതാണ്. ഇനി ഈ ചായ മനസ്സയുടെ ഇല നന്നായിട്ട് വേവണം. അതിനു വേണ്ടിയാണ് ഒരു 1/4 മണിക്കൂർ കൂടി ഈ ഇലയും കൂടി ഇട്ട് നന്നായിട്ട് വേവിക്കണം. ഇതിനിടയ്ക്ക് ഞാൻ ഇതിൽ കാണിക്കാത്ത ഒരു പ്രത്യേക സാധനം ചേർത്തു. മത്തങ്ങ, നല്ല മഞ്ഞ നിറത്തിലുള്ള മത്തങ്ങ ഒരു കഷ്ണം കൂടി ഇതിലേക്കിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടിയിട്ട് വേവിച്ച് ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂർ അടുപ്പിലിട്ട് വേവിച്ചു. അധികം വറ്റേണ്ട ആവശ്യമില്ല. ഇത് രുചിയേക്കാളേറെ പോഷകമാണ്. കറിയും നിറച്ചുണ്ടാകും. ഞാൻ ഉരുളക്കിഴങ്ങ് കറി വയ്ക്കുമ്പോഴും ചിക്കൻ കറി മട്ടൻ കറി എല്ലാത്തിലും